N5 കണ്ടോ, ഇതാണ് നമ്മുടെ 5 മൂവായി കണ്ടോ. സോ അത്രയ്ക്ക് ചാനലും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. N5 മൂവ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം പാസ്സായിരുന്നു, വേറെ ഒന്നും നടന്നില്ല കണ്ടോ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് അത് കാണിച്ചത്. ഓക്കെ, മുകളിലേക്ക് പോയപ്പോൾ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകാനുള്ള പവർ ഉണ്ടായില്ല ആ സമയത്ത്. നമ്മൾ വലിയ ചാനൽ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത ആ വലിയ ചാനൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയല്ലോ. സോ പിന്നെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ താഴെ പ്രൈസ് താഴേക്ക് വന്നാലും 1 2 3 4 5 ആയിട്ട് വരുള്ളൂ, മുകളിലേക്ക് പോയാലും 1 2 3 4 5 വരുള്ളൂ. അങ്ങനെ തന്നെയാണ് പോകുള്ളൂ, ഇറങ്ങുകയുള്ളൂ. മനസ്സിലായോ? ശ്രദ്ധിക്കാനുള്ളതാണ് എപ്പോഴും. നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ കയറാം. ഞാൻ എങ്ങനെ ഈ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യും. ഞാൻ ഇതില്ലാതെ ട്രേഡ് ചെയ്യാൻ പറയത്തില്ല കേട്ടോ, കാരണം അത് ഭയങ്കര റിസ്കി ആയിരിക്കും. ബട്ട് നമ്മൾ ഇങ്ങനെ ട്രാക്ക് ചെയ്താൽ മതി. ഇത് കൊണ്ട് നമ്മൾ ടൈം ഫ്രെയിമിൽ നമ്മൾ വന്ന് ഇറങ്ങി എങ്ങനെ 1. സോ 2 നമുക്കറിയാലോ, 2 മുകളിലേക്ക് പോകും. മനസ്സിലായോ? പിന്നെ 3 താഴേക്ക് വരും, 4 മുകളിലേക്ക് പോകും, 5 നമുക്കറിയാലോ ഇതൊക്കെ എല്ലാം. സോ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. മാർക്കറ്റ് മൂവ് ഇത് കുറച്ച് നാൾ നമ്മൾ ട്രാക്ക് ചെയ്താൽ നമുക്ക് എല്ലാം ക്ലിയർ ആവും കേട്ടോ. നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ലൈവ് മാർക്കറ്റിലൊക്കെ ട്രാക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇതൊക്കെ ക്ലിയർ ആവും.